ഹലോ സുഹൃത്തുക്കളെ, വിജി തമ്പി സിനിമാ സംവിധായകൻ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. 100 കോടി ഒരു സിനിമാ നടിക്ക് ഓഫർ ചെയ്ത് മുസ്ലിം ആകാൻ വേണ്ടി. വിജി തമ്പി സാറ്, ഞാനൊരു 10-38 വർഷത്തിന് മുമ്പൊക്കെ സിനിമ കാണലൊക്കെ നിർത്തിയ ആളാണ്. ഏതായാലും നിങ്ങളെ ആ പോസ്റ്റ് കണ്ടതോടെ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അറിയാൻ കഴിഞ്ഞു. അല്ലെ അറിയില്ലായിരുന്നു. സിനിമയായിട്ടൊന്നും വലിയ ബന്ധമുള്ള ആളല്ല ഇപ്പം. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ഇട്ട പോസ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. 100 കോടി രൂപ കൊടുത്താൽ മുസ്ലിം ആകാം, അങ്ങനെ ഓഫർ ചെയ്തൊരു നടി. ഇപ്പൊ നടിയെ പേരും ഒന്നും പരിചയപ്പെടുത്തിയില്ല. ഈ ഓഫർ ചെയ്ത ആളിനെ കുറിച്ച് ഒരു വിവരമില്ല. എന്തായാലും നിങ്ങളെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ, നിങ്ങളിപ്പം ശരിക്കും എന്താണ് ഈ ഇസ്ലാം മതം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മളെ ഈ കേരളത്തിൽ, ഇത്തരത്തിലുള്ള ഒരേ പോസ്റ്റുകളും സംസാരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവർ. അവര് ശരിക്കും എന്താണ് ഇസ്ലാം എന്നുള്ളതിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റ് തന്നെയാണ്. കാരണം അറിയാമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സംസാരിക്കില്ല. അപ്പൊ ഒന്നാമതായിട്ട് അതിനെക്കുറിച്ച് അതിന്റെ ഒരു ബാലപാഠം എന്താണ് ഇസ്ലാം എന്നുള്ളതിനെ കുറിച്ചൊരു ബാലപാഠമെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിക്കുന്ന ആദ്യ മനുഷ്യൻ, ഈ ഭൂമിയിൽ വന്ന് ആദം ഹവ്വ എന്ന് 2 മനുഷ്യരെ ദൈവം സ്വർഗത്തിൽ സൃഷ്ടിച്ച് ഭൂമിയിലോട്ടാക്കി. അവരെ സന്താന പരമ്പരകളാണ് ഇന്ന് കാണുന്ന മുഴുവൻ മനുഷ്യനും എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനു മുമ്പിറങ്ങിയ ദൈവം ഇറക്കിയ മുഴുവൻ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത്. അത് വലിയൊരു വിഷയം. ശരി, അപ്പൊ ഏതൊരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നുവോ, അവൻ പ്രായപൂർത്തി ആണായാലും പെണ്ണായാലും, ഇനി ഏതൊരു വീട്ടിലായാലും, അതിന് പ്രത്യേകിച്ച് ഓരോ മതത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല, ഏത് വീട്ടിൽ ജനിച്ചാലും മനുഷ്യക്കുഞ്ഞാണെങ്കിൽ അത് മുസ്ലിമായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. മുസ്ലിം എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവിനെ അനുസരിക്കുക, അനുസരണം. അതുപോലെ ഇസ്ലാം മതമാക്കി. ഇസ്ലാം എന്ന് പറയുമ്പം കീഴ്വണക്കം, സമാധാനം, ഇതൊക്കെയാണ് ഇതിന്റെ രണ്ടിന്റെ അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് അംഗീകരിച്ച് തന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഏതൊരു കുഞ്ഞ് ജനിച്ചാലും അവൻ പ്രായപൂർത്തി എത്തുന്നിടവരെ മുസ്ലിമാണ്, ഇസ്ലാമിൽ തന്നെ അവൻ ജീവിക്കുന്നത്. ഈ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗവാസിയായി, യാതൊരു സംശയമില്ല. അപ്പം മുസ്ലിമായി തന്നെ മരിക്കും. അപ്പൊ അതിനകത്ത് യാതൊരു സംശയവും വിശ്വാസികൾക്കില്ല. പരിശുദ്ധ ഖുർആൻ ഒന്ന് മനസ്സിലാക്കുന്ന ആർക്കുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രായപൂർത്തി എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരമുള്ള 18 വയസ്സല്ല. ഇസ്ലാമികമായിട്ട് ഒരു സ്ത്രീ എന്ന് വെച്ച് ഒരു പെൺകുട്ടി അത് ഋതുമതിയാകുമ്പോൾ സ്ത്രീയുടെ അവസ്ഥ എത്തുമ്പോൾ അത് പ്രായപൂർത്തിയായി. അത് കണക്ക് തന്നെ ഒരു ആൺകുട്ടി അവനും ഒരു പുരുഷന്റെ അവസ്ഥയിലേക്ക്, അതായത് അവന്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പുരുഷ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവന് ഒരു പ്രായപൂർത്തി എത്തിയെന്നർത്ഥം. അപ്പൊ ഈ 2 അവസ്ഥയ്ക്ക് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത്, സ്വർഗത്തിലാണ്. ഇനിയിപ്പം മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, 1 കോടി രൂപയോ അല്ലെങ്കിൽ 10 കോടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട്, 100 കോടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ ഇതിനകത്തോട്ട് വന്നിട്ട് എന്തെടുക്കാനാ? നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഇങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അയാളെ കൊണ്ട് എന്ത് ലാഭം ഉണ്ടാക്കാൻ ഇതൊരു പ്രത്യേകിച്ചൊരു പറയാൻ പറ്റാത്ത കമ്പനിയൊന്നും അല്ല ഇത്. അങ്ങനെ ഒരു വ്യവസായ കേന്ദ്രമൊന്നും അല്ല. ഒരാളിന്റെ ത്യാഗം, അതായത് കർമ്മം, മനസ്സവാച കർമ്മണ എന്ന് പറയുന്നത് അവന്റെ വാക്കും പ്രവൃത്തിയും മനസ്സുകൊണ്ടൊക്കെ ചെയ്യുന്ന ശുദ്ധമായിട്ടുള്ള കർമ്മമാണ് ഇസ്ലാം. അത് പ്രത്യേകിച്ചൊരു മായാജാലം അല്ലെങ്കിൽ ഒരു ബാഹ്യമായിട്ടുള്ള ഉടായ്പും ബാഹ്യമൊന്നും അതൊന്നും അല്ല. അപ്പൊ ഒരുത്തൻ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ് 10-38 വർഷത്തിന് മുമ്പ് ഞാൻ തിയേറ്ററിൽ പോയി പടം കാണലും അങ്ങനെയൊക്കെയുള്ള നിർത്തിയെന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ്? പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരാനെ ഒരുത്തൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവന് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഭൂമി മാത്രമല്ല ജീവിതം. ഇവിടെ നാളെ പരലോകം വ്യക്തമായിട്ടുണ്ട്. ആ പരലോകം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പ്രശ്നമാണ്. കാരണം ഇവിടെ നന്മ ചെയ്യുന്നതിനും തിന്മ ചെയ്യുന്നവനും ഒരേപോലെ മരിച്ചുപോയി അവസാനിച്ചാൽ കഴിയുന്നില്ല. അവിടെ നീതി വരുന്നില്ല. ഒരാളെ കൊന്നവനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വട്ടം തൂക്കിക്കൊല്ലാം കോടതിക്ക്. ഇപ്പൊ നെതന്യാഹുവിനെയും ട്രംപിനെയൊക്കെ പോലുള്ള 100 10,000 ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്നു. അപ്പൊ അവർക്ക് എന്ത് ശിക്ഷയാണ് ഈ ഭൂമിയിൽ കൊടുക്കാൻ കഴിയുക? അവരെ ഒരു വട്ടമല്ലേ കൊല്ലാൻ പറ്റൂ? ബാക്കിയുള്ള മനുഷ്യരുടെ കണക്ക് എവിടെ തീർക്കും? അതിനാണ് പരലോകം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ജീവിതകാലം മൊത്തവും അവൻ വളരെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ്, എന്നാൽ വളരെ മാന്യവും മര്യാദയുമായിട്ട് ജീവിച്ച ഒരുത്തനും, വളരെ പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിച്ച ഒരുത്തനും മരിച്ചു കഴിയുമ്പോൾ അതോടുകൂടി അവസാനിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ കഷ്ടപ്പെട്ടതിന്റെ ഗുണം അവൻ എവിടെ കിട്ടും? ഇവിടെ സമ്പത്ത് കൊണ്ട് മതിമറന്ന് സുഖലോലിപരായി ജീവിച്ചവൻ, മനുഷ്യർക്ക് മൊത്തം ദ്രോഹം
വിതച്ചുകൊണ്ട് ജീവിച്ച ഒരുത്തൻ മരിക്കുമ്പോഴും അതോടുകൂടി അവനും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം എന്നൊന്നും ഇല്ല എന്നർത്ഥം. അപ്പം ദൈവം ഉണ്ട്, അതുകൊണ്ട് ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള കൂലി നാളെ പരലോകത്തേക്കാണ്. ഇവിടെ ഒരു മനുഷ്യന് ശിക്ഷയൊന്നും ദൈവം കൊടുക്കില്ല, ഇഷ്ടം പോലെ ജീവിക്കാൻ വിട്ടേക്കാണ്. അപ്പൊ ഒരുത്തനിന്ന് ഇസ്ലാം ഉൾക്കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതേവരെ മദ്യവെച്ച് മോശത്തരത്തിൽ നടന്നവനാണെങ്കിൽ അവൻ ആ ദൈവത്തെ മനസ്സിലാക്കിയതോടുകൂടി എനിക്ക് നാളെ പരലോകമുണ്ട്, അവിടെ കണക്ക് പറയേണ്ടി വരുമെന്ന് വെച്ചാൽ അതിനെ ഉപേക്ഷിക്കുകയാണ്. വിചാരത്തിലൂടെ ജീവിച്ചു നടന്ന ഒരുത്തനാണെങ്കിൽ അവനത് മനസ്സിലാക്കിയതോടുകൂടി അവൻ അത് നിർത്തുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പലിശ വാങ്ങിച്ചും പറ്റിച്ചും ജീവിച്ചവനാണെങ്കിൽ അവനും ആ പരിപാടി അവിടെ നിർത്തുകയാണ്, പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നതോടുകൂടി. അങ്ങനെ മറ്റ് ഏത് മോശത്തരത്തിലാണോ കൊലപാതകങ്ങളും മനുഷ്യനെ പേടിപ്പിക്കലും അവനെ മോഷണം നടത്തലും അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള മോശത്തരങ്ങൾ കയ്യിലുണ്ടോ ഇത് മനസ്സിലാക്കുന്നതോടെ അതെല്ലാം നിർത്തുകയാണ്. ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ആയിട്ട് ജീവിക്കണം, അതാണ് ഇസ്ലാം. ആ ശുദ്ധത എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചവൻ വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ സൃഷ്ടിച്ച മനുഷ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നന്മയും തിന്മയും. ഇനി അത് മാത്രമാണോ, കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പടച്ചവന്റെ നിർദ്ദേശമുണ്ട്. നേരായ ചൊവ്വായ മാർഗത്തിൽ പറ്റിക്കാതെയും വഞ്ചിക്കാതെയും പലിശ വാങ്ങിക്കാതെയും നല്ല രീതിയിൽ ഉണ്ടാക്കണം. ഇനി അത് ഉണ്ടാക്കിയാൽ പോലും അതിനകത്ത് ഇത്ര ശതമാനം പാവപ്പെട്ടവന്റെ സമ്പത്താണ്, അവനത് കൊടുത്തു വീട്ടണം. അഗതികൾക്കും അനാഥകൾക്കും ദരിദ്രർക്കും യതീമുകൾക്കും ഇവർക്കെല്ലാം ഇതിനകത്തൊരു ഓഹരിയുണ്ട്. ഇതെല്ലാം കൊടുത്തു വീട്ടി ശുദ്ധമായിട്ടുള്ള സമ്പത്ത് ഇതിനൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റൂ. ഇതല്ലെങ്കിൽ ഇതിനും നാളെ കണക്ക് പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കോടീശ്വരന്മാർ, ഇന്ത്യ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള ഉള്ളവരായിരുന്നു പ്രവാചകന്റെ അനുയായികള്. ഈ പ്രവാചകന്റെ അനുയായികളെല്ലാം ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ച് പടച്ചതമ്പുരാനെ മനസ്സിലാക്കി അവരുടെ സമ്പത്ത് മൊത്തം ഈ വഴി ചെലവാക്കി സാധുക്കൾക്കും അനാഥകൾക്കും വിധവകൾക്കും ഇവർക്കൊക്കെ വേണ്ടി ചെലവാക്കി അവസാനം അവര് പാപ്പരായി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തിയവരാണ്. അവരുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം തന്നെയാണ്. ആ സ്വർഗം പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, ഏറ്റവും ശുദ്ധമായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം, നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടി ജീവിച്ച് മരിക്കണം, ഇത് പഠിപ്പിക്കലാണ് ഇസ്ലാം ചെയ്യുന്നത്. കാരണം ദൈവം പരിശുദ്ധനാണ്. ദൈവം ഇവിടെ ഏത് തെമ്മാടിക്കും പോകരിക്കും എല്ലാവർക്കും ഒരേ കണക്ക് ഗുണം ചെയ്യുന്നവനുമാണ്. അത് പരിശുദ്ധ ഖുർആന്റെ പല വചനങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള സംശുദ്ധമായ ഏറ്റവും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്വന്തം സമ്പത്തിനെയും പ്രവൃത്തിയൊക്കെ ശുദ്ധീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇസ്ലാം അഥവാ മുസ്ലിം. ഇതിനകത്ത് ആരാ കടന്നു വരുന്നത് അങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് 1 കോടിയെ കിട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വന്ന് ആ 1 കോടി മാറ്റി വെച്ചിട്ട് ഈ അല്ലെ 10 കോടി 100 കോടി മാറ്റി വെച്ച് ഇതേപോലെ അങ്ങോട്ട് ജീവിക്കുന്ന ആരാ മനസ്സ് വരുന്നത്? അതിന് പ്രത്യേകിച്ച് ദൈവത്തിന്റെ വിളി വേണം. ആ ദൈവത്തിന്റെ വിളി വേണമെങ്കിൽ തന്നെ മനസ്സിന് ശുദ്ധത ഉണ്ടായിരിക്കണം. ആരാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ്, എന്താണ് അവന്റെ കൽപ്പനകൾ എന്നൊക്കെ ഒരു മനസ്സിലൊരു ചിന്ത പോലും വന്നാൽ മതി. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കൈ ഉയർത്തിയാൽ മതി, തീർച്ചയായിട്ടും ആ അവസ്ഥയിലേക്ക് വരും. പരിശുദ്ധ ഖുർആനിനകത്തൊരു വചനം ആമനു വിശ്വാസികളെ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകരുത്. യാമനു ഇത്തഖല്ല ഹഖ തുഖാത്തി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ ദൈവത്തെ ഭയക്കുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഏറ്റവും കാരുണ്യവാനും കരുണയുള്ളവനുമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. അനീതി പ്രവർത്തിക്കുന്നവനല്ല, സൂക്ഷിക്കണം. അപ്പൊ എല്ലാ രീതിയിലും നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച മതത്തിലല്ലാതെ മരിക്കരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ജനിച്ച മതം എന്ന് വെച്ചാൽ ഇസ്ലാം തന്നെയാണ്. മുസ്ലിമായിട്ട് തന്നെ ജനിച്ച ആളാണ്, ഇസ്ലാമായിട്ട് ജനിച്ച ആളാണ്. അത് നിങ്ങൾ ആ മതത്തിലല്ല നിങ്ങൾ മരിക്കരുത്. ഇവിടെ വന്ന് കോടിക്കണക്കിന് കോടാനുകോടി മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ ആകട്ടെ, അതുപോലെ മരിച്ചുപോയ മൺമറിഞ്ഞ മഹാന്മാരെ ആകട്ടെ, മുൻ കടന്നുപോയ പ്രവാചകന്മാരെ ആവട്ടെ, ഇവരെ ഒന്നും ആരാധിക്കുന്നവരായി മാറരുത്. കാരണം ഇതെല്ലാം സൃഷ്ടികളാണ്. കോടാനുകോടിക്കണക്കിന് ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇതെല്ലാം മനുഷ്യ നിർമ്മിതമാണ്. അവരെ കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, ശിക്ഷിക്കാനും കഴിയില്ല. അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഈച്ച, ഒരു തുണ്ട് അതിന് എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്തവരാവര്. അതുകൊണ്ട് നിങ്ങൾ അവരെ ആരാധിച്ച് ജീവിക്കുന്നവരായി മാറരുത്. സമ്പത്തിന്റെ കാര്യത്തിലും അനുഗ്രഹത്തിന്റെ കാര്യത്തിലും പദവിയുടെ കാര്യത്തിലും അധികാരത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിവേചനവും ഇവിടെ പടച്ചാമ്പരാൻ മുസ്ലിമിനും അമുസ്ലിമിനും ഒന്നും വേർതിരിച്ചിട്ടില്ല. ദൈവത്തെ അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും അതൊന്നും വേർതിരിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും.
പോസ്റ്റിനെ പോയി ദൈവമേ എന്ന് വിളിച്ച് ആരാധിച്ചാലും ഒരുപക്ഷെ അവന്റെ കാര്യം അതുവഴി നടന്നെന്ന് അവന് മനസ്സിലാകും. എന്നാൽ ഇതിനെല്ലാം കൃത്യമായിട്ട് നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അള്ളാഹു എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ കൃതികളായിരുന്നു, ദൈവത്തിന്റെ വചനങ്ങളായിരുന്നു ബൈബിൾ ആവട്ടെ, തോറയാകട്ടെ, എല്ലാം. പക്ഷെ അതിനെല്ലാം ഒരേ സമയം അവര് പിഴവ് വരുത്തിയപ്പോൾ നിർത്തിവെച്ചിട്ട് അവസാനമായി നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഇറങ്ങിയ ഗ്രന്ഥം ഖുർആൻ. ഇതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം, നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പം വിജയ് തമ്പി സാർ ഇത് പഠിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ മരിക്കാനുള്ള ആളാണ്. ഭൂമിയിൽ ഏറ്റവും സത്യമായി കൂടെ ഉള്ളത് മരണം തന്നെയാണ്. എപ്പോഴും ഒരു നിഴല് പോലെ നമ്മളെ കൂടെ നടക്കുക. അതുപോലെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ബഹുദൈവ വിശ്വാസികളായ സഹോദരങ്ങളാകട്ടെ, ഇസ്ലാമിൽ തന്നെ മഹാന്മാരെ മഹദികളെ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായി തന്നെ മരിക്കണം, നിങ്ങൾ ഇസ്ലാമായി തന്നെ മരിക്കണം. അല്ല എങ്കിൽ പരലോകം രക്ഷയില്ലാതാകും, അവിടെ ഒരു ഇളവുമില്ല. ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു കൂവി പലരുടെ പല സംഘടനകളെ കൂടി വോട്ട് വ്യവസായമാക്കി മതത്തെ മാറ്റി. ഇവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങളെല്ലാം മുസ്ലിമായിട്ടേ മരിക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾ താങ്ങില്ല. പരലോകം വളരെ ക്രൂരമാണ്, വളരെ ഭയാനകമാണ്. എന്നാൽ ദൈവം കാരുണ്യവാനായി ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് നിർദ്ദേശവും തന്ന്, പാപങ്ങളിൽ വെച്ച് ഒന്നാമത്തെ പാപം ദൈവത്തെ, സൃഷ്ടാവിനെ ആരാധിക്കാതെ ബഹുദൈവ വിശ്വാസത്തെ, മഹാന്മാരെ മഹതികളെ പ്രവാചകന്മാരെ ഒക്കെ ആരാധിക്കലാണ് ഏറ്റവും പാപം, വലിയ പാപം, പടച്ചവരാൻ പൊറുക്കപ്പെടാത്ത പാപം. ഈ പാപത്തോടു കൂടി ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ അവൻ നിത്യ നരകവാസിയായിരിക്കും. എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും ദൈവത്തോട് കൈയുയർത്തി എനിക്ക് അബദ്ധം പറ്റി പുറത്തു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അത്രയ്ക്ക് കാരുണ്യവാനാണ് എന്തൊക്കെ പാപം ചെയ്താലും. അതുകൊണ്ട് വിജയ് തമ്പി സാർ ഇത് ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു മതമല്ല ഇസ്ലാം. ജനക്ക് പലരും വന്നിട്ട് ഈ പിന്നെ BJP തന്നെ പലരും ആൾക്കാരും കുറെ യുക്തിവാദികളും ഒക്കെ ഉണ്ട്. എന്നിട്ട് വന്നിട്ട് ഇസ്ലാമിന്റെ മേളിൽ കിടന്ന് കസരത്ത് കാണിക്കുക. അതിനകത്തൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊന്നും ഈ വിചാരിക്കുന്ന കണക്കല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക. ഇതിപ്പോ ഒരു ആപ്പൊക്കെ ഉണ്ട്, അമാനി തഫ്സീർ എന്ന് പറയാം, ഖുർആൻ പരിഭാഷയുണ്ട്, മലയാള പരിഭാഷ അമാനി തഫ്സീർ എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ചൊന്ന് ഒന്ന് നെറ്റ് നമ്മളെ മൊബൈൽ വരെ കിട്ടും, ആ ആപ്പ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ എടുത്തു വെച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് 1000 കോടി കൊടുത്തു വരണോ 100 കോടി കൊടുത്തു വരണോ. പറ്റില്ല. നിങ്ങൾ ഇനി എത്ര കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരുത്തനും പറ്റില്ല വരാൻ. പക്ഷെ അവൻ മനസ്സുകൊണ്ട് അവന്റെ സൃഷ്ടാവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ മതി, അവൻ കടന്നു വന്നോളും. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ആദ്യം. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പലരുടെയും കൂടിക്കൊണ്ട്, പലതിനും വേണ്ടി വോട്ട് രാഷ്ട്രീയത്തിന്റെ കൂടെ കൂടിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങളെയൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ആളുകളാണ്. ഇന്നും സിനിമാ പ്രേമികൾക്കൊക്കെ നിങ്ങളോട് ആരാധന കാണും, ബഹുമാനിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഈ വെറും ഈ ചാണകക്കുഴിയിലോട്ടൊന്ന് വീണു പോകാതെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് എനിക്കിതേ പറയാനുള്ളൂ.